എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആഡ്വേർബ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ആഡ്വേർബ്? ആൻ ആഡ്വേർബ് ഡിസ്ക്രൈബ്സ് എ വേർബ്. ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദമാണ് ആഡ്വേർബ്. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദങ്ങൾക്കാണ് ആഡ്വേർബ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് സാഡ്ലി, ക്വിക്ക്ലി, ലൗഡ്ലി, ബ്രേവ്ലി, കെയർഫുള്ളി, വെൽ ഇവയെല്ലാം ആഡ്വേർബ്സിന് എക്സാമ്പിൾസാണ്. അപ്പോൾ ആഡ്വേർബ് അടങ്ങിയിട്ടുള്ള സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഷീ റാൻ ഫാസ്റ്റ്ലി, അവൾ വേഗത്തിൽ ഓടി. ഇവിടെ വേർബ് എന്ന് പറയുന്നത് റാൻ എന്നുള്ളതാണ്, ഓടി, ഫാസ്റ്റാണ്. അപ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദമാണ് ഫാസ്റ്റ്ലി എന്നുള്ളത്. ഇവിടെ ഫാസ്റ്റ്ലി എന്നുള്ളതാണ് ആഡ്വേർബ്. അവൾ വേഗത്തിൽ ഓടി. ഹീ ഈറ്റ്സ് സ്ലോലി, അവൻ പതുക്കെ സാവധാനത്തിൽ തിന്നുന്നു. ഈറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദമാണ് സ്ലോലി, സാവധാനത്തിൽ. ദ ഡോഗ് എയ്റ്റ് ക്വിക്ക്ലി, ഡോഗ് പെട്ടെന്ന് കഴിച്ചു, പെട്ടെന്ന് തിന്നു. എയ്റ്റ് എന്നുള്ള വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദമാണ് ക്വിക്ക്ലി എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആഡ്വേർബ് ക്വിക്ക്ലി എന്നുള്ളതാണ്. ഐ ഓപ്പൺഡ് ദ ജാർ ഈസിലി, ഞാൻ ജാറ് ഈസി ആയിട്ട് തുറന്നു. ഓപ്പൺഡ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അതിനെ വിശേഷിപ്പിക്കുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന പദമാണ് ഈസിലി എന്നുള്ളത്. ഈസി ആയിട്ട് ഞാൻ ജാർ തുറന്നു. ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഫാസ്റ്റ്ലി, സ്ലോലി, ക്വിക്ക്ലി, ഈസിലി ഇവയെല്ലാം ആഡ്വേർബുകളാണ്. ഇംഗ്ലീഷിലെ ഒട്ടുമിക്ക ആഡ്വേർബുകളും ly എന്നുള്ള സെൻറ്റൻസിലാണ് അവസാനിക്കുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ആഡ്വേർബ് എന്നുള്ളതാണ്. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വിശേഷിപ്പിക്കുന്ന പദങ്ങളെയാണ് ആഡ്വേർബ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അഡ്ജക്റ്റീവ് എന്നുള്ളതാണ്. വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ഓർ ടെൽസ് സംതിങ് അബൌട്ട് ദി നൗൺ. നൗണിനെ കുറിച്ച് എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദങ്ങൾ, ഇവയാണ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. ഹി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്, അവൻ നല്ലൊരു സ്റ്റുഡൻ്റാണ്, വിദ്യാർത്ഥിയാണ്. ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് എന്നുള്ള പദമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ഗുഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗുഡ് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. റാം ഈസ് എ ക്ലെവർ ബോയ്. ഇവിടെ ബോയ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ക്ലെവർ എന്നുള്ളത്. റാം ഒരു മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്. ഇവിടെ നൗൺ ബോയ് എന്നുള്ളതാണ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദമാണ് ക്ലെവർ. അപ്പോൾ ഇവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലെവർ എന്നുള്ളതാണ്. ഹി ഈസ് എ കെയർഫുൾ ഡ്രൈവർ, അവൻ കെയർഫുൾ ആയിട്ടുള്ള ഡ്രൈവറാണ്. ഇവിടുത്തെ നൗണ് ഡ്രൈവർ എന്നുള്ളതാണ് ഇവിടുത്തെ നൗണ്. അതിനെ വിശേഷിപ്പിക്കുന്ന, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് കെയർഫുൾ. അപ്പോൾ ഇവിടുത്തെ അഡ്ജക്റ്റീവ് കെയർഫുൾ എന്നുള്ളതാണ്. നേഹ ഈസ് എ പ്രെറ്റി ഗേൾ. പ്രെറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. നേഹ ഭംഗിയുള്ളൊരു പെൺകുട്ടിയാണ്. ഗേൾ എന്നുള്ളതാണ് ഇവിടുത്തെ നൗണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദമാണ് പ്രെറ്റി. പ്രെറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടുത്തെ അഡ്ജക്റ്റീവ് പ്രെറ്റി എന്നുള്ളതാണ്. ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ദ ഹംഗ്രി ബേബി ഈസ് ക്രൈയിങ് ലൗഡ്ലി. വിശക്കുന്ന കുഞ്ഞ് ഉച്ചത്തിൽ കരയുന്നു. ഇവിടെ ബേബി എന്നതാണ് ഇവിടുത്തെ നൗണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദമാണ് ഹംഗ്രി. ഹംഗ്രി ബേബി, വിശക്കുന്ന കുഞ്ഞ്. അപ്പോൾ ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഹംഗ്രി എന്നുള്ളതാണ്. ഇവിടുത്തെ വേർബ് ക്രൈയിങ് എന്നുള്ളതാണ്. വേർബിനെ വിശേഷിപ്പിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ലൗഡ്ലി. ലൗഡ്ലി എന്നുള്ളത് ആഡ്വേർബാണ്. ഹംഗ്രി എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. ദ ഹംഗ്രി ബേബി ഈസ് ക്രൈയിങ് ലൗഡ്ലി. വിശക്കുന്ന കുഞ്ഞ് ഉച്ചത്തിൽ കരയുന്നു. ലൗഡ്ലി, ഉച്ചത്തിൽ. അപ്പോൾ ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഹംഗ്രി എന്നുള്ളതും ആഡ്വേർബ് ലൗഡ്ലി എന്നുള്ളതുമാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Share and subscribe the channel.